ഒരു വ്യക്തിയോട് ഒരാൾക്ക് ദേഷ്യം ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾ പറയുന്ന അത് അവർക്കെതിരായിട്ട് തന്നെയായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രമാവും സംസാരിച്ചിട്ടുണ്ടാവുക. ദേഷ്യമില്ല, രണ്ടുപേരെയും കൂടി അടി കൂടിക്കാൻ വേണ്ടിയിട്ടുള്ള ചില സ്വഭാവമുള്ള ആൾക്കാരാണെങ്കിൽ രണ്ടുപേരുടെയും കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു പറഞ്ഞിട്ട് ആളെ തെറ്റിദ്ധരിപ്പിക്കാൻ മിടുക്കരായിരിക്കും ചില വ്യക്തികൾ. അപ്പോഴും എന്താണ്, ഈ കേൾക്കുന്ന ആൾ ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്യും. ഇവർ പറഞ്ഞത് തന്നെയായിരിക്കാം ശരി, ഇങ്ങനെ രണ്ടുപേരുടെയും കാര്യങ്ങൾ പറഞ്ഞല്ലോ, അപ്പോൾ ഇത് തന്നെയായിരിക്കും ശരിയെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. നമ്മളത് കേൾക്കുമ്പോൾ അത് വിശ്വസിക്കുകയും ചെയ്യും. പലരുടെയും ഇതുപോലുള്ള വാക്കുകളാണ് പല ബന്ധങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും പല ബന്ധങ്ങളും വിട്ടുപോകാൻ തീരുമാനിക്കുന്നതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യങ്ങൾ. പലരും പറയുന്നത് അതുപോലെ അങ്ങോട്ട് വിശ്വസിക്കും. അപ്പോൾ എന്താണ്, ഇത് തന്നെയാണ് ശരി, അവർ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന വ്യക്തികളാണെങ്കിൽ പറയും വേണ്ട. ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഒരു കാര്യത്തിനെ വളച്ചൊടിച്ച് അതിനെ എങ്ങനെ വേണം മറ്റൊരാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ എന്നുള്ളത് വ്യക്തം